G&G വിഷൻ ടോക്കിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ശ്രീ ബാലകൃഷ്ണസ്വാമി ക്ഷേത്രം ഗൗഡ സരസ്വത ബ്രാഹ്മണ കമ്മിറ്റിയുടെ അതായത് GSB കമ്മ്യൂണിറ്റിയുടെ കുഴുപ്പള്ളി കേരളത്തിലെ എറണാകുളം ജില്ലയിലെ വൈപ്പിൻ ദ്വീപിലെ കുഴുപ്പള്ളി ഗ്രാമത്തിലാണ്. ഇന്നത്തെ രൂപത്തിൽ ക്ഷേത്രം പൂർത്തീകരിച്ചത് AD 1964 ഹനുമാൻ, ഗരുഡൻ, ഗണപതി, ലക്ഷ്മി, നവഗ്രഹം, നാഗരാജാവ് എന്നീ ഉപക്ഷേത്രങ്ങളുണ്ട്. 16-ാം നൂറ്റാണ്ടിൽ ഗോവയിൽ നിന്നുള്ള ഗൗഡ സാരസ്വത ബ്രാഹ്മണരുടെ പലായന വഴിയിൽ കൊച്ചിയിലും പ്രദേശങ്ങളിലും നിരവധി കുടുംബങ്ങൾ സ്ഥിര താമസമാക്കി. അവരിൽ ഒരു പ്രമുഖ വെങ്കിടേശ്വര പൈ എന്ന വെൻസു പൈ കുഴുപ്പള്ളിയിൽ കൊച്ചി രാജാവ് നൽകിയ ഭൂമിയിൽ താമസമാക്കി. വെൻസു പൈയുടെ മകൻ അനന്ത പൈ ഒരിക്കൽ തിരുപ്പതി തീർത്ഥാടനത്തിനിടെ തന്റെ കുട്ടികൾക്കായി ലോക വിഗ്രഹങ്ങളും പാവകളും വാങ്ങി. അവരുടെ ഇടയിൽ ഒരു ബാലകൃഷ്ണ വിഗ്രഹവും ഉണ്ടായിരുന്നു. കുട്ടികൾ അവരുടെ കളികളിൽ അവ ഉപയോഗിക്കുകയും ഈ വിഗ്രഹങ്ങൾക്ക് പൂജ നടത്തുകയും ചെയ്തു. എന്നിരുന്നാലും കുട്ടികൾക്ക് പതിവായി അസുഖം വരാൻ തുടങ്ങി. പല ആരോഗ്യ പരാതികളും ഉണ്ടായിരുന്നു. വിഗ്രഹം പവിത്രമായി സൂക്ഷിക്കാത്തതാണ് കാരണമെന്ന് മുതിർന്നവർ കരുതി പൂജ തുടങ്ങി. എന്നാൽ പൂജ പതിവായോ ശാസ്ത്രപ്രകാരമോ ആയിരുന്നില്ല. കുട്ടികളുടെ കഷ്ടപ്പാടുകൾ തുടർന്നു. കുടുംബത്തിൽ ചില ശിശുമരണങ്ങളും ഉണ്ടായി. ആശങ്കാകുലനായ അനന്ത പൈ പരിഹാരത്തിനായി അറിയപ്പെടുന്ന ജ്യോതിഷനായ ശ്രീ അടൂർ ചക്രപാണിയെ സമീപിച്ചു. ജ്യോതിഷപ്രകാരം ബാലകൃഷ്ണ വിഗ്രഹത്തിന് പ്രത്യേക ക്ഷേത്രം പണിയണമെന്നും പതിവ് പൂജകൾ നടത്തണമെന്നും വെളിപ്പെടുത്തി. ശ്രീ അനന്ത പൈ ബാലകൃഷ്ണനെ തന്റെ കുട്ടിയായി കണക്കാക്കുകയും അദ്ദേഹത്തിന്റെ സ്വത്തുക്കൾ മക്കൾക്കും ബാലകൃഷ്ണന്മാർക്കും വീതിച്ചു കൊടുക്കുകയും ചെയ്തു. 1895 ബാലകൃഷ്ണന് പ്രതിഷ്ഠിച്ച സ്ഥാനത്ത് ഒരു ക്ഷേത്രം നിർമ്മിച്ചു. കാലക്രമേണ വെൻസുപ്പയുടെ കുടുംബത്തിൽ ആഭ്യന്തര കലഹങ്ങളും ക്ഷേത്രത്തിലെ ആചാരങ്ങളും തകരാറിലായി. പ്രദേശത്തെ GSB കുടുംബങ്ങളുടെ എണ്ണവും വർദ്ധിച്ചു. സമൂഹത്തിന് ആരാധനയ്ക്ക് പൊതുവായ ഇടം വേണമെന്ന് തോന്നി. അതനുസരിച്ച് ബാലകൃഷ്ണ ക്ഷേത്രം സമുദായത്തിന് സമർപ്പിക്കുകയും ഭരണം പൊതുസമൂഹത്തിന് നൽകുകയും ചെയ്തു. എന്നിരുന്നാലും ക്ഷേത്രകാര്യങ്ങളിൽ വെൻസുപ്പയുടെ കുടുംബത്തിന് പ്രത്യേക പദവി നൽകി. കൂടുതൽ സൗകര്യപ്രദമായ സ്ഥലത്ത് പുതിയ ക്ഷേത്രം നിർമ്മിക്കാൻ സമാജം അംഗങ്ങൾ തീരുമാനിച്ചു. ഗോവിന്ദ ഷേണായുടെ നേതൃത്വത്തിൽ 1.5 ഏക്കറോളം സ്ഥലം സൗജന്യമായി നൽകിയാണ് പ്രവൃത്തി ആരംഭിച്ചത്. എന്നാൽ അംഗങ്ങളുടെ നിസ്സഹകരണവും മുൻകൈയില്ലായ്മയും കാരണം പുരോഗതി ഒച്ചുവേഗത്തിലായിരുന്നു. 35 വർഷത്തിലേറെയായി ഇത് അപൂർണമായി തുടർന്നു. പിന്നീട് ഒരു കൂട്ടം യുവാക്കൾ സേവാസമിതി രൂപീകരിച്ച് നേതൃത്വം നൽകി. സൗജന്യ സേവനത്തിലൂടെ അവർ ശ്രീകോവിലിന്റെ ജോലി പൂർത്തിയാക്കി. 1964 കിഴക്കോട്ട് ദർശനമായി ഈ പുതിയ ക്ഷേത്രത്തിലേക്ക് മൂർത്തി മാറ്റി. ക്ഷേത്രത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നിരന്തര പരിശ്രമമായിരുന്നു. 80കളുടെ അവസാനത്തിൽ ആനപ്പന്താൽ അലങ്കരിച്ച തൂണുകളാൽ നിർമ്മിച്ചതാണ്. ക്ഷേത്രത്തിന്റെ ചുവരുകളിൽ ദശാവതാരത്തിന്റെ വിപുലമായ ചിത്രങ്ങളുണ്ട്. 18/1/1991 ധ്വജപ്രതിഷ്ഠ നടത്തി. പ്രതിഷ്ഠയുടെ ശതാബ്ദി ആഘോഷിച്ചത് 1995 വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.